അങ്ങനെ നമുക്കിന്ന് ഒരു കൊറിയർ വന്നിരിക്കുകയാണ്. ഈ കൊറിയർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ പറയാം. ഇത് നമ്മൾ മേടിച്ചത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള GK ഗപ്പീസ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങളാണ് അവർ ഷെയർ ചെയ്യുന്നത്. മീനാണേലും എന്തോ ആണേലും അതിൻ്റെ റിലേറ്റഡ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പൊതിയൊക്കെ തുറക്കുമ്പോഴേ ഓൾമോസ്റ്റ് മനസ്സിലായെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ വിചാരിച്ചാണ് ഇത് മീനായിരിക്കും, എന്നാൽ അല്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പാക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ആയിട്ടാണ് പാക്കിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് 2 കവറിലൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ല പോലെ സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് മൊയ്നയാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നല്ല റെഡ് മൊയ്ന, നല്ല ക്വാളിറ്റി ഉണ്ട്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 100 രൂപയേ ആയിട്ടുള്ളൂ. GK ഗപ്പീസിനോട് ജസ്റ്റ് മെസ്സേജ് ചെയ്തേ ഉള്ളൂ. അവരുടനെ തന്നെ നല്ല രീതിക്ക് അയച്ചു തന്നു. ഓർഡർ ചെയ്തിട്ട് 1 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടി കൊറിയർ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമ്മൾ മൊയ്നെ മേടിച്ച സ്ഥിതിക്ക് ഈസ്റ്റും മേടിച്ചിട്ടുണ്ട്. നമ്മൾ 2 രീതിയിൽ കൾച്ചർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ആൽഗെ വാട്ടറിലും ഒന്നല്ലാതെ ഈസ്റ്റ് ഉപയോഗിച്ച്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിലുണ്ട് ഈസ്റ്റ് ഇതിലുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു. 50 രൂപയ്ക്കാണെങ്കിലും നല്ല ലാഭമായിരുന്നു. നമ്മളപ്പോൾ ജസ്റ്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആൽഗെ വാട്ടറിലേക്ക് മൊയ്നെ ഇട്ടേക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ആൽഗെ വാട്ടറിലും ഒന്ന് ഈസ്റ്റ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ആൽഗെ വാട്ടറിൽ മൊയ്നെ ഒരുപാടൊന്നും കിട്ടില്ല. ഈസ്റ്റാണ് ഒരുപാട് പെറ്റി വരുന്നത്. നമ്മുടെ ഈ കുളത്തിൽ നിന്നാണ് നമ്മൾ ആൽഗെ വാട്ടർ എടുത്തിരിക്കുന്നത്. ഇതിൽ അത്യാവശ്യം ഫിഷ് ഉള്ളതാണ്. നല്ല ഹെൽത്തിയാണ് ഇതിലെ ഫിഷെല്ലാം. അപ്പോൾ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ബക്കറ്റിലാണ് ഇനിയിപ്പം ഈസ്റ്റ് കലക്കിയിട്ട് കൾച്ചർ ചെയ്യാൻ പോകുന്നത്. ഈസ്റ്റ് കലക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഈസ്റ്റ് നമ്മൾ കലക്കി ഒഴിച്ച് ഇത്ര ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിഭാഗം ഒഴിക്കില്ല, ജസ്റ്റ് മുകളിലത്തെ മാത്രമേ ഒഴിക്കത്തുള്ളൂ. മറ്റേ ഏറ്റവും ലാസ്റ്റ് വരുന്ന വെള്ളം നമ്മൾ കളയും. മറ്റേ ഈസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിനി മൊയ്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഈസ്റ്റ് ഇട്ടാൽ മാത്രമേ മൊയ്നെ അങ്ങോട്ട് തിക്കായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 2ലും മൊയ്നെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്തായാലും ഇതിലും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റിൻ്റെ ബക്കറ്റിലും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മൊയ്നെ പെട്ടെന്ന് അങ്ങ് പെരുകും. അപ്പം ഞാൻ പെരുകുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും.